5 plus 2 equals is 7. 7, yes. 10 plus 20. 10 plus 20 is 30. Then 50 plus 50. 100. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. കണക്കുകൂട്ടി റെക്കോർഡ് നേടിയിരിക്കുകയാണ് എരവിമംഗലം സ്വദേശിയായ 4.5 വയസ്സുകാരൻ സിദ്ധാന്ത്. സ്പീഡ് മാത്സിൽ 4 അക്കങ്ങൾ വരെ കണക്കുകൂട്ടി സിദ്ധാന്ത് ഉത്തരം പറയുമ്പോൾ അത്ഭുതമാവുകയാണ് ഈ കൊച്ചുമിടുക്കൻ. എലൈറ്റ് ബുക്ക് ഓഫ് റെക്കോർഡാണ് എരവിമംഗലം ശ്രീരാഗത്തിൽ വിഷ്ണുവിന്റെയും ആതിരയുടെയും മകൻ സിദ്ധാന്ത് വിഷ്ണുവിനെ തേടി എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 5 plus 2 equals is 7. 7, yes. 10 plus 20. 10 plus 20 is 30. Then 50 plus 50. 100. ഇതാണ് സിദ്ധാന്ത് വിഷ്ണു, കണക്കുകൂട്ടി റെക്കോർഡ് സ്വന്തമാക്കിയ കൊച്ചുമിടുക്കൻ. പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാനികേതനിലെ LKG വിദ്യാർത്ഥിയാണ്. കണക്കാണ് സിദ്ധാന്തിന്റെ ലോകം. എല്ലാവരും ഹരിശ്രീ കുറിച്ച് അക്ഷരം പഠിച്ചു തുടങ്ങുമ്പോൾ സിദ്ധാന്ത് അക്ഷരങ്ങളെക്കാൾ വേഗത്തിൽ അക്കങ്ങളെ കൂടെ കൂട്ടുകയായിരുന്നു. ആ അക്കങ്ങൾക്ക് ഇപ്പോൾ എലൈറ്റ് ബുക്ക് ഓഫ് റെക്കോർഡിന്റെ തിളക്കമുണ്ട്. 69ഓളം അഡീഷൻ പ്രോബ്ലംസ് വേഗത്തിൽ കണക്കുകൂട്ടിയാണ് സിദ്ധാന്ത റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരക്കം മുതൽ 4 അക്കം വരെ എളുപ്പത്തിൽ സിദ്ധാന്ത് കൂട്ടി പറയും. പ്രത്യേകിച്ച് പരിശീലനമൊന്നുമില്ലാതെ കണ്ടും കേട്ടും മുതിർന്നവരോട് താൽപര്യത്തോടെ ചോദിച്ചറിഞ്ഞുമാണ് സിദ്ധാന്ത് കണക്കിനെ തനിക്ക് മുന്നിൽ മുട്ടുകുത്തിച്ചതെന്ന് അമ്മ ആതിര പറയുന്നു. സിദ്ധു ഒരു 2.5 വയസ്സ് മുതലൊക്കെ തന്നെ മാത്സ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്പേഴ്സ് കംപ്ലീറ്റ് ആള് ബൈ ഹാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷേപ്സും കാര്യങ്ങളെല്ലാം മാത്സ് മാത്രമല്ല എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു 3 വയസ്സൊക്കെ ആയപ്പോഴാണ് ആള് ഇങ്ങനെ അഡീഷൻ ചെയ്തു തുടങ്ങിയത്. ഓരോ നമ്പേഴ്സ് ആഡ് ചെയ്ത് പറയാൻ തുടങ്ങി. തന്നെ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളും ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്തു. അവൻ ചോദിക്കുന്നതിന് നമ്മൾ ആൻസർ പറയും. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. അതാൾ പറഞ്ഞു തുടങ്ങി. ശേഷം സ്കൂളിലൊക്കെ വന്നതിന് ശേഷമാണ് വലിയ നമ്പേഴ്സൊക്കെ തുടങ്ങിയത്. ബോർഡിൽ ടീച്ചർ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നതിനൊക്കെ വേഗം ആൻസർ പറയാനും വലിയ നമ്പേഴ്സൊക്കെ എഴുതാനൊക്കെ തുടങ്ങി. എഴുതുകയും ചെയ്യും. അപ്പോൾ വലിയ നമ്പേഴ്സൊക്കെ എഴുതാൻ തുടങ്ങിയത് സ്കൂളിൽ വന്നതിന് ശേഷമാണ്. സിദ്ധാന്തിനെ പഠിപ്പിക്കുന്ന ടീച്ചർക്കും അത്ഭുതമാണ് സിദ്ധാന്തിന്റെ ഈ അസാധാരണ പാഠവം കാണുമ്പോൾ. നല്ല താല്പര്യമാണ്. മാത്സ് വേറെ ആരോട് ചോദിക്കുകയാണെങ്കിലും അവൻ പെട്ടെന്ന് അവനാണ് വന്നിട്ട് കൈവന്തിച്ചിട്ട് പിന്നെ പറയാൻ തുടങ്ങുക. അങ്ങനെ ഒരു ഇതാണ്. അതേപോലെ ബോർഡിലും അത് എപ്പോഴും ചോദിക്കും. എന്നിട്ട് പിന്നെ അവനങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് എഴുതിരുന്നിട്ട് എന്നിട്ട് അതിൻ്റെ ആൻസർ അവൻ തന്നെ പിന്നെ അത് പ്ലസ് ചെയ്തിട്ട് ആൻസർ ഇങ്ങനെ പറയും എന്നോട്. ടീച്ചർ നോക്കത് ശരിയാണോ അങ്ങനെ നോക്കാൻ എന്നെ വിളിച്ചു കൊണ്ടുപോകുന്നിട്ട് ഞാനവിടെ പുറത്തെവിടെയെങ്കിലും നിൽക്കണമെന്ന് വെച്ചാൽ അപ്പോൾ വന്നിട്ട് എന്നെ പിടിച്ചു കൊണ്ടുപോകും അങ്ങോട്ട്. ഒരു 4.5 വയസ്സുകാരന്റെ താല്പര്യങ്ങൾക്കപ്പുറമാണ് സിദ്ധാന്തിന്റെ ഇഷ്ടങ്ങൾ. ചെസ്, പസിൽസ് എന്നിവയിലൊക്കെയാണ് താല്പര്യം. ഇംഗ്ലീഷ് ഭാഷയും ഈ പ്രായത്തിൽ തന്നെ കൈകാര്യം ചെയ്യും. സിദ്ധാന്തിന്റെ ഈ നേട്ടത്തിൽ അഭിമാനം കൊള്ളുകയാണ് വിദ്യാലയമെന്ന് വള്ളുവനാട് വിദ്യാനികേതൻ പ്രിൻസിപ്പൽ P. ഹരിദാസ് പറയുന്നു. വളരെ ഷാർപ്പായ ബുദ്ധി ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്ന കുട്ടിയാണ്. ഞങ്ങൾ ഇതിൻ്റെ മുമ്പേയും കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ കുട്ടിക്കുണ്ടായ ഒരു റെക്കോർഡ് അത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനമാണ്. ആ കുട്ടിക്ക് ഞാൻ ആ കുട്ടിയുടെ പാരൻസുമായിട്ട് സംസാരിച്ചിരുന്നു. ആ കുട്ടിക്ക് വളരെ ഉയർന്ന രീതിയിൽ പോകാൻ കഴിവുള്ള ഒരു കുട്ടിയാണ്. കാരണം അത്രയും കൂടുതൽ ഒരു സാധാരണ ഒരു കുട്ടിയേക്കാൾ അധികം ഒരു ബുദ്ധികൂർമ്മത കൂടുതലുള്ള ഒരു കുട്ടിയായിട്ടാണ് കണ്ടുള്ളത്. കണക്കിന്റെ ചടുലമായ മനസഞ്ചാരങ്ങളെ തന്റെ നിഷ്കളങ്കമായ കുഞ്ഞു ചിരിക്കുള്ളിൽ ഒളിപ്പിക്കുന്ന സിദ്ധാന്ത് തികച്ചും ഒരത്ഭുതമാണ്. കുഞ്ഞുപ്രായത്തിലെ സിദ്ധാന്തിന്റെ ഈ എലൈറ്റ് നേട്ടത്തിന് ടുഡേ ന്യൂസിന്റെയും അഭിനന്ദനങ്ങൾ. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.